ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എംപ്ലോയി ക്രിയേഷൻ നോക്കി, എംപ്ലോയിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആ എംപ്ലോയീസ് എങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഡൻസ് ഇടുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളിതിൽ മൊബൈൽ ആപ്പും പ്രൊവൈഡ് ചെയ്ത്, സോ മൊബൈൽ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യാം. അതല്ല ഇനി അതേപോലെ തന്നെ നമുക്ക് ലൈക്ക് പഞ്ചിങ് മെഷീൻ അങ്ങനെ എന്തുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ആവും. സോ അതല്ലാതെ മാനുവലി എങ്ങനെയാണ് എംപ്ലോയീസ് അറ്റൻഡൻസ് ഇടുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. സോ ഇതിൽ പറഞ്ഞ പോലെ അറ്റൻഡൻസ് സെർച്ച് ചെയ്യുമ്പോൾ സോ അറ്റൻഡൻസ് ലിസ്റ്റ് എന്നുള്ളത് വരും. ക്ലിക്ക് ദെൻ ജസ്റ്റ് ആഡ് കൊടുക്കുക, ആഡ് അറ്റൻഡൻസ്. ഇതിൽ എംപ്ലോയിനെ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഓരോ എംപ്ലോയീസ് യൂസറാണെന്നുണ്ടെങ്കിൽ അവരെ എംപ്ലോയി ഐ ഡി ആവും ഇവിടെ കാണൽ. അതല്ല ഇനി HR മാനേജറാണ് അല്ലെങ്കിൽ HR അഡ്മിനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എംപ്ലോയീസിനെ ലിസ്റ്റ് ചെയ്യും. സോ സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എംപ്ലോയിനെ ചൂസ് ചെയ്തു. അറ്റൻഡൻസ് ഡേറ്റ് 2 days ഡേറ്റ് വന്നു. ദെൻ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ നമുക്ക് സ്റ്റാറ്റസ് നോക്കാം. പ്രസൻ്റ് ആണെങ്കിൽ പ്രസൻറ്റ്, അതല്ല ആബ്സെൻറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആബ്സെൻറ്റ്, ലീവ് ആണെങ്കിൽ ലീവ്, ഹാഫ് ഡേ ആണെങ്കിൽ ഹാഫ് ഡേ, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം. ഓക്കെ, സോ കറൻറ്റ്ലി ഇപ്പോൾ പ്രസൻ്റ് ആണ്. ദെൻ ഷിഫ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ലേറ്റ് എൻട്രി ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതല്ല ഏർലി എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അങ്ങനെ സോ ദെൻ സേവ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഫ്റ്റിലായി എല്ലാ കാര്യങ്ങളും വന്നു. ഇനി ഇതിൽ എന്താ പറയുക, എംപ്ലോയി ചെക്കിന് വേണമെങ്കിൽ നമുക്ക് ചെക്കിന് ചെക്കൗട്ടും ചെയ്യാം. ഓക്കെ, സോ അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചെക്കിൻ എടുത്തു കഴിഞ്ഞാൽ ചെക്കിൻ്റെ പോലെ ചെക്കിൻ ലിസ്റ്റ് വരും. ദെൻ ആഡ് ചെക്കിന് കൊടുക്കുക, ആ എംപ്ലോയി ചൂസ് ചെയ്യുക. ദെൻ ലോക്ക് ടൈപ്പ് ഇൻ. ഓക്കെ, സോ ഇത് ഇപ്പോൾ നമുക്ക് ഇതേപോലെ പഞ്ചിങ് മെഷീൻ കാര്യങ്ങൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇതിൽ ചെക്കിന് ചെക്കൗട്ട് രജിസ്റ്റർ ആവും. ഓക്കെ, സോ ഞാൻ ചെക്കിൻ ചെയ്യണം, ഓൾറെഡി അറ്റൻഡൻസ് മാർക്ക്ഡ് ആണ്. സോ ഓക്കെ, സോ ഇങ്ങനെയാണ് ചെക്കിനും ചെയ്യൽ. സോ അറ്റൻഡൻസ് ദെൻ സബ്മിറ്റ് ചെയ്യുന്നു. സോ പ്രസൻ്റ് ആയി. ഓക്കെ, സോ കറൻറ്റ്ലി അറ്റൻഡൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂസർ പ്രസൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാം.